നെയ്യാറ്റിൻകരയിൽ പോകുമ്പോഴേ ആ പാറുവിനെയും കൂടെ പറഞ്ഞു വിടണം. അവിടെ ഇരുന്ന് ഈ വിളിയാന്നേ, പാറു കഴിച്ചോ, പാറുവിനെ കുളിപ്പിച്ചോ, പല്ലി ഏൽപ്പിച്ചോ, ഇതെന്തോന്നത്? ഇവിടുത്തെ പണി മൊത്തം എടുക്കുകയും വേണം, എന്നിട്ട് നമ്മുടെ വാലിരിക്കണതും കേൾക്കണം. അച്ഛൻ വിളിച്ചിരുന്നാ? പിന്നെ വിളിച്ചിരുന്നാ. കേശുവിന്റെ വിശേഷമൊക്കെ അവിടെ തുള്ളിച്ചാടി അടങ്ങണ്ട്. ഇനി വരുമ്പോഴത്തേക്ക് ഒരു പ്രസംഗമായിരിക്കും. എന്റെ മോനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പയ്യൻ. പൊന്നോ. അവൻ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ പോയിണ്ടാവും. ഇവ 24 മണിക്കൂർ അവിടെ പോയി പെറ്റെടുക്കാനാണെങ്കിൽ ഇവളുടെ എന്റെ നമ്പർ എന്തിനാ നാട്ടുകാർക്ക് കൊടുത്തത്? ഇതിനു 3-4 കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കാണ് വരുമാന സർട്ടിഫിക്കറ്റോടെ മറ്റു സർട്ടിഫിക്കറ്റോടെ. ഇതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി എടുത്തു കൊടുക്കാനാണ്. അപ്പം ഞാൻ എടുത്തിട്ട് കാര്യം പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, ജസ്റ്റ് പുറത്തൊന്നും പോയിരിക്കാണ്. അപ്പം അവരെൻ്റെ അടുത്ത് പറയാണ് വിളിച്ച് അന്വേഷിച്ചിട്ട് കാര്യം അവരെ തിരിച്ച് വിളിച്ച് പറയാൻ. ഞാൻ എന്താണെന്ന് അറിയാം, അവൻ്റെ സ്റ്റാഫാ ഞാൻ. എന്നെ വിളിച്ചായിരുന്നു ഒരു അമ്മച്ചി, എന്നിട്ട് ഭയങ്കര കലിപ്പ്. എന്റെ അടുത്ത് ചോദിക്കുവാണ് അവരുടെ പെൻഷൻ കിട്ടിയില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ നിങ്ങളുടെ പെൻഷൻ? എടുത്ത് കൊടുക്ക്. ഇങ്ങനെ പോവാണെങ്കിൽ അവർക്ക് പെൻഷൻ ഒന്നും കിട്ടൂല. കേശുവിനെ ഒരു ഫോണിന്റെ അത്യാവശ്യം ഉണ്ടല്ലേ, അവനെ മേടിക്കണം. അപ്പൊ അതിനകത്ത് അവൾക്ക് ഞോണ്ടി കളിക്കാല്ലേ. അടുത്ത കിടന്ന് വിളിക്കുന്നത്. ഇപ്പൊ സിദ്ധുവിന്റെ കോള് വന്നപ്പോലും അവന്റെ കോള് കട്ട് ചെയ്തിട്ട് ഇവരുടെ ക്ലയൻസിനെ സംസാരിക്കേണ്ട അവസ്ഥയാണ് എന്റെ. ഹലോ, ആരാണ്? ആ ഉഷ ചേച്ചിയാ. അവനിവിടെ ഇല്ലല്ലോ, അങ്ങോട്ട് വന്നില്ലേ? ഇല്ലേ? അങ്ങനെ അവൻ വരട്ടെ ചേച്ചി, ഞാൻ വിളിച്ചെന്ന് പറയാം. ശരി ശരി. എന്താ ചേച്ചി? കോമൺ സർവീസ് സെന്റർ തുടങ്ങി ഉഷ ചേച്ചി കോമൺ സെൻസ് പോയി തോന്നുന്നുണ്ട് കേട്ടോ. അവര് ചോദിക്കുക അവൻ അവിടെയാ ഇവിടെയാന്ന്. ആക്കറിയാം. എന്തായി? എനിക്ക് കോള് വല്ലതും വന്നോ? നീ എവിടെയാണ് പോയത്? അർജന്റായിട്ട് കടവലൊന്ന് പോയത്. എന്തിന്? കപ്പലിന് കൊണ്ടാ മേടിക്കേ. ബെസ്റ്റ്. എനിക്കെന്തേ? കപ്പലിനോടേതാടാ? ഇത് മതിയാ? ഇത് മതിയാന്നാ? ഒരെണ്ണമാണ് താഴെ. എല്ലാരും കൂടെ ഷെയർ ചെയ്തോ. എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ ഒരെണ്ണോ പോരെ? ഇപ്പൊ തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. കുറച്ച് ഷോ കൂടുതലാണ്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇവൻ കളക്ടറായി കഴിഞ്ഞാൽ ഇവന്റെ പോക്കറ്റിൽ കപ്പലിനിട്ടേ ആണ് ഉറപ്പ്. നിന്റെ ഉഷ ചേച്ചി ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. അവര് ചോദിക്കുന്നത് നീ അവിടെയാ ഇവിടെയാന്ന്. ഉച്ചേച്ചി വിളിച്ചാ? 2 മണിയായാലും വിളിച്ചാ? വിളിച്ചാ? അപ്പൊ 2 ഫോൺ ഇട്, എനിക്ക് അവരെ വിളിക്കണം. പിന്നെ അധികം വൈകാതെ നമ്മുടെ അക്ഷയയും നമ്മുടെ ഡിജിറ്റൽ സേവാ കേന്ദ്രവും കൂടെ ഒന്ന് കൊളാബ് ചെയ്തിട്ട് നമ്മുടെ ജംഗ്ഷനിൽ ഒരു സ്ഥാപനം ഉണ്ട്. നീ ആദ്യം ഒന്ന് ഇരുന്നിട്ട് കാല് നീട്ട്, അല്ലെങ്കിലേ മൂടുകുത്തി വീഴുന്നീ. ഞാനിത് 1 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയണത്. 1 വർഷം കഴിഞ്ഞു എന്നാ പിന്നെ അപ്പ പറഞ്ഞാ പറയടാ. അവൻ വലിയ കാര്യത്തിൽ തള്ളി പിടിച്ചോണ്ട് വന്നിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇത് ഞാനെനിക്ക് പറയുമ്പോൾ നിങ്ങളുടെ ഈ കണ്ണിനും നിങ്ങളുടെ ഈ മുഖത്തൊക്കെ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് എന്ത് ഭയങ്കര സുഖമാണ്. സത്യം പറഞ്ഞ ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, നിങ്ങളുടെ 2 പേരും ഫോൺ ഇട്. ഫോൺ ഞാൻ എടുക്കൊന്നുമില്ല. ഇത്ര നേരം ആൾക്കാരെ വിളിച്ചില്ലേ, അവരൊക്കെ ഇപ്പോൾ വിളിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ അടുത്ത കോൾ വരുമ്പോൾ തന്നെ അവരെ ഇവരുടെ കൂടെ കോളും കൂടെ മിക്സ് ആവും. അങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ മൊത്തം ആകെ പ്രശ്നമാണ്. ചേച്ചി ഫോൺ ഇട്. തരാ ഉദ്ദേശിക്കണല്ലോ. പാമ്പ് പിടിച്ചവരുടെ ജീവിതത്തിന്റെ കാര്യമാണ്, കളിക്കല്ലേ. ഫോൺ ഇട്. ആഫ്റ്റർ 1 അവർ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എത്തു. അതിനിടയ്ക്ക് ഫോൺ താന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് വന്നാൽ ആഴ്ച തറ പൊടിച്ചു. പിന്നെ സിദ്ധു കളയാൻ വിളിച്ചാൽ ഞാൻ തരൂല. പറഞ്ഞു ചോദിച്ചണ്ടാ. എങ്ങനെ ഇടയിൽ ചോദിച്ചാൽ എറിഞ്ഞ് താഴത്തെറിഞ്ഞ് പൊട്ടിക്കുന്നു ഫോൺ. അവൻ മേടിച്ചെന്ന് ഫോണത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ സിദ്ധു വിളിച്ചല്ലോ. അമ്മേനെ വിളിച്ചില്ലേ? അമ്മ ഞാൻ അങ്ങോട്ട് വരാട്ടാ. ഇവിടുത്തെ അച്ഛനും അമ്മ നെയ്യാറ്റിൻകരയ്ക്ക് പോയേക്കല്ലേ. അവരെത്തിയ ഉടനെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി ശരി. എന്താണ് ചേച്ചി പുറത്തു വന്നിരിക്കണേ? സിദ്ധുവിന്റെ അമ്മയടുത്ത് സംസാരിക്കുമായിരുന്നു. ഫോൺ കേശുവിന്റെ കയ്യിലായിരുന്നപ്പോഴേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. കേശു ആണെങ്കിൽ കോൾ അറ്റൻഡും ചെയ്തില്ല. അന്ന് ആ കാര്യം അവൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയണ്ടേ, അതുമില്ല. ഇത്രയും കോളൊക്കെ വന്നിരിക്കല്ലേ ചേച്ചി, അവൻ മറന്നുപോയി കാണും. ഞാനിപ്പോൾ ആലോചിക്കണ്ടേ, ട്യൂഷൻ സെന്ററിലെ പഠിപ്പിക്കല്, പിന്നെ അവൻ സ്വയം പഠിക്കല്, പിന്നെ ഈ സേവാ സെന്ററിലെ കാര്യങ്ങള്, ഇത് മുഴുവൻ കൂടി അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യോ എന്തോ. ചെക്കൻ മൾട്ടി ടാലന്റഡ് അല്ലേ, എല്ലാ കാര്യം ഒരുമിച്ച് ചെയ്തോളും. എന്താണ് ഒരു പുച്ഛത്തിന്റെ സ്വരം? പുച്ഛോ? എനിക്ക് ഞാൻ പുച്ഛത്തോടെ സംസാരിച്ചെന്ന് അവൻ്റെ അടുത്ത് പറയല്ലേ. പിന്നെ അത് മതി ഉടക്കാൻ വരെ. നിനക്ക് എൻ്റെ അടുത്ത് തർക്കുത്തരം പറയണം ഈ ഒറ്റ ചിന്ത മാത്രമുള്ളൂ പാറുവേ. അടുത്ത കോൾ എനിക്ക് വയ്യട്ടെ ഈ കോൾ മൊത്തം അറ്റൻഡ് ചെയ്യാൻ.
ഇതെന്തേ? ഹലോ, ആരാണ്? ജാൻവിയോ? ആ, കേശു ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ കൊടുക്കാട്ടാ. പാറു, പോയി കേശുവിനെ വിളിച്ചോണ്ടേ. ചിലപ്പോ ഓടും ഓടും. ഡേ, ഈ ജാൻവി ആരാ? എനിക്കെങ്ങനെ അറിയാനാ ജാൻവി ആരാന്ന്? കേശു ഡിജിറ്റൽ പണി തുടങ്ങിയാ? മിക്കവാറും ആളെങ്കിൽ ഇവിടെ വന്ന് തല തല്ലി ചാവും. ഹലോ, കുറച്ച് ഓവർ ആവുന്നുണ്ടേ, കുറച്ച് കുറയ്ക്ക്. കേശു ഇടാ കോള്. ഫോണടാ. ആരാ? നിന്റെ ജാൻവി മോള്. ജാൻവി മോളാ? അറ്റൻഡ് ചെയ്തോണ്ട് സംസാരിക്കും. ആ ഹലോ, താരാണ്? ഓ ജാൻവി, ആ നമ്മുടെ വളവിനുള്ള വീട്ടിലെ. അവൻ വളച്ചു കേട്ടാ. ആ എന്താ സംഭവം, ആവശ്യം എന്തുവാ? ഓ നമ്മുടെ പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലേ? ആ നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഓക്കെ, ആ വന്നാൽ മതി. ഞാൻ വൈകിട്ട് അവിടെ കാണും, സേവാന്തരത്തിൽ കാണും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആ കൊച്ചു എന്ത് സ്കോളർഷിപ്പിന്റെ കാര്യത്തിനാ വിളിച്ചെന്ന്? പ്രീ പോസ്റ്റ് പബ്ലിക് സ്കോളർഷിപ്പ് അല്ല, പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. എന്താ? ഇടീ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പാ. ഓ എനിക്കൊന്നും മര്യാദക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണല്ല. കോള് വന്നുകൊണ്ടിരിക്കണടാ. ഇനി നേരെ ബാത്റൂമിലും പോകാൻ പറ്റില്ല, കുളിക്കാനും പറ്റില്ല, ഇന്ന് തുമ്മാൻ പോലുള്ള സമയം കിട്ടില്ല. എന്റെ പൊന്നു മോനെ, ചറവറ അങ്ങനെ കോള് വന്നോണ്ടിരിക്കും. ഇതേ സാധാരണക്കാരന്റെ ആവശ്യമുള്ളൂ. നിർത്താ. എടാ, സാധാരണക്കാരന് മാത്രമല്ല, വലിയവർക്കും ആവശ്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ എന്നെ ഫുള്ളും കട്ട് ചെയ്ത് മൊത്തം അവളുടെ നമ്പറിലോട്ട് വിളി കൊടുക്ക്. എന്റെ നമ്പറിലേക്കാ? എനിക്ക് വേറെ വഴിയില്ലെന്ന്. എന്റെ പൊന്നു കേശു, ഞാൻ നിന്റെ കാല് പിടിക്കുന്നത്. ഇതൊന്നും ഒഴിവാക്കിത്താ പ്ലീസ്. നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ കട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ? ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോൾ അവരുടെ നമ്പറും കൂടെ ഞാൻ ഇതേപോലെ കൊടുക്കും. അനുഭവിക്കണം, എല്ലാ എണ്ണം കോള് വന്ന് അനുഭവിക്കണം. ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ്. എടാ, നീ നിർത്തണം. നീ സാധാരണക്കാരനെ പിടിച്ച് നീ വൈരാഗ്യം തീർക്കണേടാ നീ ഞങ്ങളുടെ അടുത്ത്. ഞാൻ വൈരാഗ്യം തീർക്കുന്നില്ല, ഇത് എന്റെ ആവശ്യമാണ് കേട്ടോ. എന്റെ നിസ്സഹായാവസ്ഥ. എടാ, നിന്റെ ഈ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് ബലിയാടാവണത്? ആവണം. നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ലേ? ക്രിസ്തുദേവൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തെന്ന്? നിന്റെ സഹോദരന്റെ ദുരിതങ്ങളും കണ്ണുനീരും നിന്റേത് കൂടാണെന്ന് നീ തിരിച്ചറിയണമെന്ന്. യേശുദേവൻ അങ്ങനെ എപ്പോഴാടാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതിന് സമാന്തരമായി വേറെ ചിലതൊക്കെ പറഞ്ഞു. മഹാത്മാക്കളുടെ വചനത്തിൽ വെള്ളം ചേർക്കലടാ കഴുതേ. ഈ കാതിൽ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ കേശു. പരിഹാരം ഞാൻ പറയാൻ സിമ്പിൾ ആണ്. കേശുവിനൊരു ഫോൺ വാങ്ങിക്കൊടുക്കുക. അതെ, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വന്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ മേടിക്കാനുള്ള വകയില്ല. സോ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് സ്മാർട്ട് ഫോൺ മേടിച്ച് തരണം. അങ്ങനെ മേടിച്ച് തരുന്ന ആളുടെ നമ്പർ ഞാൻ ഒഴിവാക്കാം. അതായത് അഥവാ മേടിച്ച് തരാൻ മടിക്കുന്ന ആളുണ്ടല്ലോ, അവരുടെ നമ്പർ ഇങ്ങനെ ജനങ്ങൾ വിട്ട് ജനങ്ങളിലേക്ക് ഇങ്ങനെ കൈമാറി അതങ്ങ് ഫേമസ് ആവും. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫോൺ മേടിച്ചു തരുന്ന ആൾ എസ്കേപ്പ്, മറ്റേ ആൾ പെടും. നിനക്ക് ഞാൻ ഫോൺ മേടിച്ചു തരാടാ? ഞാനാണ് ആദ്യം ഞാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ മേടിച്ചു തരാടാ. ഞാനാണ് നിനക്ക് ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നിനക്ക് മേടിച്ചു തരാടാ? നിങ്ങൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി കാര്യം മേടിച്ചു തരും. ഞാൻ മേടിച്ചു തരാം. ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ പോളപ്പം കീട് ഫോൺ മേടിച്ചു തരാം. തല്ലിപ്പൊളി ഫോൺ അടിക്കും. ഞാൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞിട്ടെ, ഗൾഫിൽ നല്ല കിടുക്കം ഫോൺ സെക്കൻഡ് ഹാൻഡ് നല്ല ഉടായ്പ ഫോണൊക്കെ ആയിരിക്കും എടുത്തോണ്ട്. ചേട്ടാ ചുമ്മാ കളിക്കരുത്. നീ ഉടായ്പ ഇവള് ഉടായ്പ. ചേട്ടൻ വിശ്വസിക്കരുത്. പിന്നെ നീ കാശ് കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റാൾമെന്റ് പൈസ മൊത്തം. ഞാൻ നിന്നെ പോലെ ഒന്നും പിശുക്കാണിച്ചില്ല. ഞാനും പിശുക്കൊന്നും കാണിക്കണല്ലോ. എനിക്ക് വർക്ക് ഉണ്ട്. എനിക്ക് മൊബൈലിൽ നിന്ന് സിദ്ധുവിന്റെ കോൾ എടുത്താ പോരെ. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കോൾ എടുക്കാണ്ട്. എനിക്ക് പറ്റില്ല. രണ്ടുപേരും വെറുതെ നടി ഉണ്ടാക്കണ്ട. പോട്ട്, എന്റെ സഹോദരങ്ങളായി പോയില്ലേ, രണ്ടുപേരും കൂടെ ചേർട്ടൊരു ഫോൺ മേടിച്ചാ അതാകുമ്പോ രണ്ടുപേരുടെ നമ്പർ ഞാൻ ഒഴിവാക്കി തരാം. ഞാനോക്കെയാ. ഞാൻ ഡബിൾ ഓക്കെയാണ്. അതെ, രണ്ടുപേരും എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ്. ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ?